ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ ഡേ 3 സലാല വ്ലോഗിലേക്ക് സ്വാഗതം. ലാസ്റ്റ് 3 സലാല വ്ലോഗ് കാണാത്തവർ പോയി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ദിവസം ഈ കാണുന്ന 3 സ്ഥലങ്ങളാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്തിയേക്കുന്നത് ഇതിലെ ഫസ്റ്റ് ലൊക്കേഷനായ അയൻകോർ വാട്ടർഫോളിലാണ്. ഈ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ, സലാല സിറ്റിയിൽ നിന്ന് വെറും 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ ഇതുപോലെ 4 വീലറും ജീപ്പുകളൊക്കെ കാണാൻ സാധിക്കും. അതിൽ കയറി വേണം നമുക്ക് വാട്ടർഫോളിൽ എത്തിച്ചേരാനായിട്ട്. അതുകൂടാതെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, നമുക്ക് നടന്ന് ചെല്ലാൻ പറ്റും. ഏകദേശം 1 കിലോമീറ്ററെങ്കിലും ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. കുട്ടികളെയും കൊണ്ട് ചെല്ലുവാണെങ്കിൽ നടക്കുന്ന കാര്യം ആലോചിക്കാൻ വേണ്ട, ഇതുപോലെ വണ്ടി എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മക്കളെ ഇവിടെ കൊണ്ടുവരുന്നത് ചെറിയ വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ വരാൻ പോകാൻ പറ്റത്തില്ല. ഫുള്ള് ഓഫ് റോഡാണ്. സീഡൻ കാറുകളെല്ലാം അവിടെ ഇട്ടിട്ട് ഇതേപോലത്തെ 4 വീലർ വണ്ടികളിൽ പോകാൻ പറ്റത്തുള്ളൂ. സോ വണ്ടിയുടെ കൊണ്ടിട്ടിട്ട് ഒരു 5 റിയാലിന്റെ കാര്യമേ ഉള്ളൂ. വണ്ടി റിസ്ക് എടുക്കണ്ട. 5 റിയാൽ കൊടുത്ത് അവിടെ പോയിട്ട് തിരിച്ചു പോകാം. അതർവൈസ് നമ്മുടെ വണ്ടിക്ക് 5000 തരത്തിന് പണി വരും. ഇതിലെ പോവുകയാണെങ്കിൽ വണ്ടി വെള്ളത്തിൽ കുടുങ്ങിപ്പോ 1, 2 ഓഫ് റോഡാണ്. സോ ആരും റിസ്ക് എടുക്കരുത്. അപ്പൊ ഗൈസ്, നിങ്ങൾ ആ ദൂരെ കാണുന്ന ആ വാട്ടർഫോളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ സീനറി കണ്ടോ, മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നതുണ്ടോ, അതാണ് ഹൈലൈറ്റ്. നമ്മൾ കാണാൻ വന്ന വാട്ടർഫോൾ. നിങ്ങളുണ്ടല്ലോ, ഈ ഒരു വാട്ടർഫോൾ ഫുൾ ഫ്ലോയിൽ കാണണമെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഞങ്ങൾ സെപ്റ്റംബർ ടൈമിൽ വന്നത് കൊണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ തൊട്ടടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോ നനഞ്ഞല്ലോ, എന്റെ ഉടുപ്പ് നനഞ്ഞു പോയി. കുളിക്കട്ടെ, സിമ്മായിട്ടേ അങ്ങോട്ട് പോവല്ലേ? അങ്ങോട്ട് പോന്നില്ല, ഇവിടെ മാത്രം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കളറിൽ വെള്ളം കാണുന്നത്. അത് മാത്രമല്ല, അവിടെ വെള്ളമൊക്കെ ഭയങ്കര ക്ലിയർ ആണ്. ഈ ഒരു കളർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലോ, അവിടെ ഇരുന്ന് പോവും. അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത്. ഞാനുണ്ടല്ലോ ആ വാട്ടർഫോളിൽ പോയിട്ട് എനിക്ക് ആ ബ്ലൂ കളറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ അങ്ങനെ ChatGPT ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു വാട്ടർഫോളിന്റെ വെള്ളത്തിന് ഇത്ര ബ്ലൂ കളർ എന്ന്. ഈ കാണുന്ന കളർ കിട്ടുന്നത് റോക്ക് മിനറൽസിന്റെ ഒരു എഫക്റ്റ് ആണ്. മഴ പെയ്യുമ്പോൾ റോക്സിലുള്ള മിനറൽസ് വെള്ളത്തിൽ മിക്സ് ആകുകയും ആ വെള്ളത്തിൽ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാണുന്ന ബ്ലൂയിഷ് കളർ കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുണ്ടല്ലോ സലാലയിൽ വന്നിട്ട് പൈസ ചെലവാക്കി ഞങ്ങൾ കണ്ട ഒരു സ്പോട്ട് ഈ ഒരു സ്ഥലം മാത്രമാണ്. അതും ഈ ഒരു 4 വീലറിന് വേണ്ടി. സ്വന്തമായിട്ട് 4 വീലറൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ചെലവും വരില്ല. വാട്ടർഫോളും ഓഫ് റൈഡൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. നമുക്ക് വെറും 5 റിയാൽ മാത്രമേ ആയുള്ളൂ. ഒരു പൈസ പോലും അവർ എക്സ്ട്രാ മേടിച്ചില്ല. അത് മാത്രമല്ല, നമ്മളെ പിക്കപ്പും ഡ്രോപ്പും എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇവർ വെയിറ്റ് ചെയ്യും കേട്ടോ നമ്മൾ തിരിച്ചു വരുന്നവരെ. എന്ത് ഞാൻ കൊടുത്തത് അഡീഷണൽ ആയിട്ട് 1 ദറംസ് പോലും വാങ്ങിച്ചില്ല. 5 മതി, വെയിറ്റിംഗ് ചാർജ് ഒന്നും. നമ്മളിത് വെച്ച് നമ്മുടെ ഹാപ്പി ആയിട്ട് പറഞ്ഞു വേണ്ട അച്ഛ തുറക്കച്ചാ, വെയിറ്റ് അച്ഛാ. ഞങ്ങളുടെ വണ്ടിയുടെ കോലം കണ്ടോ ഗായ്സ്. അങ്ങനെ ഗൈസ്, നമ്മൾ അയൻകോർ വാട്ടർഫോളിന്റെ തൊട്ടടുത്തുള്ള വേറൊരു ലൊക്കേഷനിലോട്ട് പോവാണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നില്ല. ചെറുതായിട്ട് മഴയുള്ള ദിവസമാണ്. അപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഫുഡ്. ഈ ഒരു ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ കടയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ മല കയറി പോവാണ്.
അതിനു മുമ്പ് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ സലാലയിൽ എല്ലാ കടകളിലും കിട്ടും. അവിടുത്തെ എന്തോ സ്പെഷ്യൽ ഐറ്റം ആണെന്ന് തോന്നുന്നു. ഇതിന്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അപ്പൊ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെ കാശ് നമ്മൾ ഫുഡൊക്കെ മേടിച്ച് നമ്മൾ ഇത്തിൻ കേവിന്റെ പാർക്കിംഗ് എത്തി. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നടന്ന് കയറാനായിട്ടുണ്ട്. ഈ ഒരു കേവിന് ചുറ്റും ഖരീഫ് സീസണിൽ ഫുള്ള് ഗ്രീനറി ആയിരിക്കും. അത് മാത്രമല്ല നല്ല മൂടൽമഞ്ഞും ഉണ്ടാവും. നമ്മൾ ഇതുവരെ ടോപ്പ് വ്യൂവിൽ എത്തിയില്ല. ടോപ്പ് വ്യൂവിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചെറുതായിട്ട് സിറ്റി വ്യൂ ഒക്കെ കാണാൻ സാധിക്കും. ഈ സൈഡിൽ സിറ്റി വ്യൂവും ഈ സൈഡ് വല്ല കേവും ആയിരിക്കും. നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. പക്ഷെ സിറ്റി വ്യൂ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. മൊത്തം മഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. ഫുൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ബട്ട് നൈസ് ഗായ്സ്. എനിക്ക് തോന്നുന്നു ആ കാണുന്നത് സലാല സിറ്റിയാണ്. പക്ഷെ ഒന്നും കാണാനില്ല കേട്ടോ. മൂടൽ മഞ്ഞാണ് അല്ലച്ചാ. ഫുള്ള് മഞ്ഞിറങ്ങി നിൽക്കുക. ഇത് മഞ്ഞാണോ മേഘമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മേഘമാണ് കേട്ടോ. നമ്മൾ അബോധ ക്ലൗഡിലേക്ക് വന്നു. ഖരീഫ് സീസണിൽ സലാല കാണാൻ വരുന്നവർ കോട്ടൺ ഡ്രസ്സ് ഒന്നും കൊണ്ടുവരാതെ ഇരിക്കുക. പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സുകളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫുൾ ടൈം നമ്മൾ നനഞ്ഞായിരിക്കും ഓരോ സ്ഥലങ്ങൾ കാണുന്നത്. പെട്ടെന്ന് ഉണങ്ങത്ത് പോലും ഇല്ല കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നാ. അത് മാത്രമല്ല നല്ല ഗ്രിപ്പുള്ള സാൻഡിൽസ് കൊണ്ടുവരാൻ നോക്കുക. ക്രോക്സ് ഒക്കെ ഓക്കെയാണ്, പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ ഗ്രിപ്പ് കിട്ടത്തില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തെന്നി വീണ്. പിന്നെ റെയിൻകോട്ട്, കൊട, മോസ്കിറ്റോ റിപ്പലന്റ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്റെ മോൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കൊതുകടി കാരണം. ഗൈസ്, നമ്മൾ കാണാൻ വന്ന ഇത്തിൻ കേവ് ഇതാണ്. നമ്മൾ ഇത്തിൻ കേവിന്റെ ഒരു സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്ക് ഈ കേവിന് ചുറ്റില് നമുക്ക് ഓരോരോ വ്യൂ പോയിന്റുകളുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ പോയ ദിവസം നല്ല മഴയും മൂടൽമഞ്ഞും ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യൂ ആണ് കിട്ടിയത്. പക്ഷെ പൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത്. അത് മാത്രമല്ല കേവ് നല്ല ആക്റ്റീവ് ആയിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ആ വാട്ടർ ഡ്രോപ്സിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റി. ഇവിടെ ഉണ്ടല്ലോ യുഎയിലെ പോലെ സ്ട്രോളർ ഒന്നും നമുക്ക് വർക്ക് ആവില്ല. സ്ട്രോളറൊക്കെ നമുക്ക് ഉപയോഗിക്കാനേ അവിടെ സാധിക്കില്ല. കുട്ടികൾ എപ്പോഴും നമുക്ക് ഇതുപോലെ എടുത്തു പോകേണ്ട അവസ്ഥയാണ്. പിന്നെ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ 2 വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോ കണ്ടത് കേവ് ആണ്. ആ കേവിന്റെ സൈഡിലൂടെ കയറി പോകുമ്പോൾ ഹൈ പോയിന്റിൽ നിന്ന് സലാല സിറ്റി ഡിസ്റ്റൻസ് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു പൂ കണ്ടോ? ഈ പൂ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു കളർ മാത്രമേ കണ്ടുള്ളൂ. നാട്ടിലെ പോലെ പല പല കളറുകളൊന്നും കണ്ടില്ല. പേർപ്പിൾ കളർ മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നപ്പോൾ കുറച്ച് വെതർ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ. അതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ലോണം കാണാൻ സാധിക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു വെയില് ഭംഗിയൊക്കെ കണ്ട് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവാണ്. ഇത്തിൻ കേവിന്റെ തൊട്ടടുത്തുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. ഞങ്ങൾ വെള്ളിയാഴ്ച പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു പ്ലേസിൽ. ഇത്തിൻ കേവിൽ നിന്ന് മയൻ ഗാർക്കീസ് വരെ അറൌണ്ട് 10 to 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, വീക്കെൻഡിൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ സെറ്റപ്പും അവിടെയുണ്ട്. ഞങ്ങൾ ഇതുവരെ പോയ ഓരോ സ്ഥലങ്ങളിലും കണ്ടില്ല ബാർബിക്യൂ ചെയ്യാനായിട്ട് അവരവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ഹിഡൻ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾ ഉണ്ട്. അവിടെ എല്ലാം കുളിക്കാൻ സാധിക്കും. ഇതൊക്കെ അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ ട്രക്കിംഗ് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മാൻമെയ്ഡ് പൂൾ ഉണ്ട്. നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പൊ ഈ ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ എക്സ്ട്രാ ക്ലോത്ത് ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ പൂളിലൊക്കെ കിടന്ന് ആർമാദിക്കാം. ഞങ്ങളുണ്ടല്ലോ വെറുതെ ഡ്രൈവ് ചെയ്ത് ഒരു തിരക്കില്ലാതെ ഒരു സ്ഥലത്തോട്ട് വന്നു കേട്ടോ. അവിടെ ഒറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ച് എന്നിട്ട് വല്ല മാഗിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. നമ്മൾ ഉച്ചയ്ക്ക് വാങ്ങിച്ച ഫുഡ് കുറച്ച് ബാക്കിയുണ്ട്. അതൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. ഈ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഒന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഞങ്ങൾ വെറുതെ ഡ്രൈവ് ചെയ്തപ്പോൾ കണ്ട സ്ഥലങ്ങളാണ്. അവിടെ എല്ലാ സ്ഥലങ്ങളും ഭയങ്കര വ്യൂ ആണ് കേട്ടോ. എന്തൊരു ഭംഗിയാന്നറിയോ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഗായ്സ്, ഇത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വ്ളോഗ് ഞാൻ നാളെ ഇതേ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഇതുപോലെ ഒരു അടിപൊളി വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.